ഹലോ നമസ്കാരം. സന്തോഷ്. കേരള സംസ്ഥാനം കേരളം എന്ന പേരിലേക്ക് 2025 കേന്ദ്ര സർക്കാരിൽ നിന്നും വിജ്ഞാപനം LDF സർക്കാർ നേടിയെടുക്കുകയും 2026 ഏപ്രിൽ 9 കേരളത്തിൽ നടന്ന 16ാം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെയ് 4 അറിഞ്ഞ റിസൾട്ടിൽ UDF സർക്കാർ കോൺഗ്രസ് സർക്കാർ 102 സീറ്റ് നേടി ഉജ്ജ്വല വിജയം നേടുകയും തുടർച്ചയായി 10 വർഷം ഭരിച്ച LDF സർക്കാർ 40 സീറ്റിൽ കുറഞ്ഞ് നേടുകയും 11 ദിവസത്തെ ഹൈക്കമാൻഡ് ചർച്ചകൾക്കു ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനം VDS KCV RC VD സതീശൻ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല പക്ഷങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും കേരള പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ തേടിയെത്തുകയും മെയ് 18 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിലെ 21 മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, കേരള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി, സംസ്ഥാന LDF സെക്രട്ടറി, കേരള സംസ്ഥാന BJPയുടെ അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി, നിലവിൽ തിരുവനന്തപുരം നേമത്തെ MLA രാജീവ് ചന്ദ്രശേഖറും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയായ VD സതീശന് പിന്തുണ നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1982 K കരുണാകരൻ്റെ പൂർണ്ണ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം 44 വർഷങ്ങൾക്കു ശേഷം നടന്ന 21 മന്ത്രിമാരുടെയും ഒരേ ദിവസത്തെ സത്യപ്രതിജ്ഞ. VD സതീശൻ മുഖ്യമന്ത്രിയുടെ ആദ്യ വിജ്ഞാപനം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടന്ന ആശാ സമരക്കാർക്ക് 3000 രൂപ ഓണറേറിയം നൽകി 12,000 രൂപയായി അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ വനിതകൾക്കുള്ള KSRTCയിലെ യാത്ര ജൂൺ 15 മുതൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ നടത്തിയ ലാത്തിച്ചാർജിൻ്റെ അന്വേഷണം, മുൻ കേരളത്തിൽ നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൗക്കത്ത് അലി ഉൾപ്പെടുന്ന 6-അംഗ സംഘ SIT രൂപീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശന് നിയമം, ധനകാര്യം, പൊതുഭരണം, തുറമുഖം, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ മേഖല, മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകനായ K മുരളീധരന് ആരോഗ്യവും ദേവസ്വവും, KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പും പാർലമെൻ്ററി കാര്യ വകുപ്പും പരിസ്ഥിതിയും, PC വിഷ്ണുനാഥന് ടൂറിസവും സാംസ്കാരികവും സിനിമയും, AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും, M ലിജുവിന് എക്സൈസും സഹകരണവും, T സിദ്ദീഖിന് കൃഷി വകുപ്പും, റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും, OJ
ജനീഷിനെ യുവജനക്ഷേമവും രജിസ്ട്രേഷനും കായികവും, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പും ക്ഷീരവികസനവും വനിതാ ശിശുക്ഷേമവും, AK തുളസിക്ക് പിന്നോക്ക ക്ഷേമ വകുപ്പും, മുസ്ലിം ലീഗിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് ITAI, V അബ്ദുൽ ഗഫൂറിനെ ഫിഷറീസും സാമൂഹ്യനീതിയും, N ഷംസുദ്ദീനെ വിദ്യാഭ്യാസവും, PK ബഷീറിനെ പൊതുമരാമത്ത് വകുപ്പും, MK ഷാജിക്ക് തദ്ദേശ സ്വയംഭരണവും, മറ്റ് ഘടകകക്ഷികളായ ഷിബു ബേബി ജോണിന് വനവും നൈപുണ്യ വികസനവും, CP ജോണിന് ഗതാഗത വകുപ്പും, അനൂപ് ജേക്കബിന് ഭക്ഷ്യവും പൊതുവിതരണവും, മോൻസ് ജോസഫിന് ജലവിഭവവും ഭവന നിർമ്മാണവും. കേരളത്തിൽ 14 പുതിയ മന്ത്രിമാർ, പുതുമുഖങ്ങൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. കോൺഗ്രസിന് 12 മന്ത്രിമാർ, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും, CMPക്ക് 1 മന്ത്രിയും, RSPക്ക് 1 മന്ത്രിയും, ജേക്കബ് ഗ്രൂപ്പിന് 1 മന്ത്രിയും, ജോസഫ് ഗ്രൂപ്പിനും 1 മന്ത്രിയും. കേരളത്തിലെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, പ്രോട്ടേം സ്പീക്കറായി ഇടതുപക്ഷത്തിൽ നിന്നും മാറി സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ G സുധാകരനും ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിന്. കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക്, സിറ്റിസൺസുകൾക്ക് പുതിയ വകുപ്പുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി. കേരയിൽ പദ്ധതിയിലെ സിൽവർ ലൈൻ പ്രൊജക്ട് പദ്ധതി റദ്ദാക്കി കേരള UDF സർക്കാർ. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.